അപ്പോൾ അമ്മ ഇപ്പോൾ ഒരു 160 സിനിമകളിൽ അഭിനയിച്ചു. 160 സിനിമകൾ കഴിഞ്ഞു. സീരിയലിലും അഭിനയിച്ചു. എങ്ങനെയാണ് അമ്മ ബ്രോണിയിൽ നിന്ന് എങ്ങനെയാണ് വിലാസിനിയായത്? ഞാൻ ആ സിനിമ ഞാൻ കലാരംഗത്ത് ഇറക്കിയത് തന്നെ എൻ്റെ അമ്മയാണ്. അങ്ങനെയാണ് ഞങ്ങൾ സർക്കസ് കമ്പനിയിൽ ഡാൻസിന് ചെയ്യാൻ പോയി തുടങ്ങിയത്. മനസ്സിലായി? അങ്ങനെയാണ് കലാരംഗത്തേക്ക് ഇറങ്ങണത്. കലാരംഗത്ത് ആദ്യം ഡാൻസിലാണ് ഇറങ്ങിയത്. ആദ്യം ഡാൻസിൽ ഇറങ്ങി. ഡാൻസ് ഇറങ്ങിയിട്ട് 2 രൂപ 1 രൂപയൊക്കെയാണ് കത്താൻ. സെലീന എന്ന് പറഞ്ഞ ആളും തോമ്പുകുട്ടി എണ്ണായിട്ട് ബന്ധമായി, ലവായി. പൊൻകുണ്ട മറക്കിയുടെ പൂജ അത് കണ്ടശാങ്കടവാ. അതെനിക്ക് 11 വയസ്സാണ് അത് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ആശാനാണ് എന്നെ വിലാസിനെ ഫിലോമനൊക്കെ ആയിട്ടുള്ള ഇടപാടൊക്കെ ആയിരിക്കും അപ്പച്ചൻ പറഞ്ഞു വേണ്ട. ആർക്കും ആയിരുന്നു ഫിലോമിന ചേച്ചിയായിട്ട് ബന്ധം? മറ്റേ പക്ഷേ ആ പാവം ആർട്ടിസ്റ്റ് ഇപ്പോൾ വൃദ്ധസദനത്തിൽ അത് സ്റ്റേജിൻ്റെ അടിയിൽ ഒരു തൊട്ടിൽ കെട്ടിയിട്ട് എൻ്റെ അമ്മ എൻ്റെ മോനെ കിടത്തി. അങ്ങനെ കുറേ നാടകം കഴിച്ചു. മോന്റെ മോളെ കെട്ടിക്കാനായിട്ടാണ് അപ്പൊ വീട് വിറ്റത്. മോൻ ഞാൻ വന്നു കഴിഞ്ഞാൽ മോൻ പറയും, അമ്മ വിജീനെ ഇറക്കണമെങ്കിൽ അമ്മ പൈസ തരണം, വിജീനെ ഇറക്കണമെങ്കിൽ അമ്മ പൈസ തരണം, വിജീനെ ഇറക്കണമെങ്കിൽ അമ്മ പൈസ തരണം. വരുമ്പോൾ അവൻ അതാ പറയാ. അപ്പോൾ ഇത് ഒരു മകൻ എത്ര കാലമായിട്ട് അങ്ങനെ പറയാ? അങ്ങനെയാണ്. അപ്പം എനിക്ക് കടമുണ്ട്, കുറേ കടമുണ്ട്. ബാങ്കിൽ ലോൺ അടയ്ക്കണം. എൻ്റെ ഇപ്പം വന്നല്ലേ അവനും കടമുണ്ട്, മൂത്തവനും കടമുണ്ട്, 3 പേർക്കും കടമുണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ 8 സെൻറ്റ് സ്ഥലം ആദ്യം വിറ്റു. അന്ന് വാടക വീടല്ല, ടെറസിട്ട വീടാ. വാടക വീട് പുള്ളി മരിച്ചതിന് ശേഷം വാടക വീട് അല്ല, ഓടിട്ട വീട് മാറ്റിയിട്ട് ടെറസാക്കി. അപ്പൊ ആ വീട് അങ്ങനെ വിറ്റു. അപ്പൊ അന്നേരൊക്കെ ഇവിടെ വീട് വിറ്റപ്പോ എത്രയായിരുന്നു പൈസ? ഈ വീട് വിറ്റ സമയത്ത്, ആദ്യത്തെ വീടില്ലേ, അത് വിറ്റ സമയത്തൊക്കെ നല്ല പൈസ കിട്ടിയായിരുന്നോ? അത് നല്ല പൈസ അന്നൊന്നും അത്ര പൈസ ഇല്ല. ഞങ്ങൾക്ക് എന്താ കുറേശ്ശെ പൈസ ഉണ്ടായിരുന്നുള്ളൂ. 3.5 ലക്ഷം 4.5 ലക്ഷം അങ്ങനെയൊക്കെയുള്ളൂ 3 ആൾക്ക്. 8 സെൻറ്റ് സ്ഥലമല്ലേ ഉള്ളൂ. ഞാൻ സ്ഥലം വാങ്ങി തന്നെ 400 രൂപയായിട്ടാ ഒരു സെന്റിന്. അപ്പൊ ആ വീട് വിറ്റിട്ട് മൊത്തം കടബാധ്യത തീർത്തായിരുന്നോ? കടബാധ്യത തീർച്ചു. ഇപ്പം കടമുണ്ടോ? ഇല്ല. എൻ്റെ ബാങ്കിലത്തെ കടം വീട്ടി. എൻ്റെ മോളെ ഇറക്കി, വിജീനെ ഇറക്കി. അവൾക്ക് 30 പവൻ്റെ 32 പവൻ കൊടുത്തു. ഉള്ള മൂത്തവൾക്ക് 42 പവൻ കൊടുത്തു. അന്നൊന്നും ഇത്ര വിലയില്ല. എൻ്റെ മക്കൾക്ക് തന്നെ മേടിച്ച് 60 രൂപയില്ല. ആരയിലേക്കും കടുപ്പിലേക്കും മേടിച്ച് അന്ന് 60 രൂപയിട്ട. അങ്ങനെയാണ് ആദ്യത്തെ വീട് വെക്കാൻ കാര്യം. അപ്പൊ അമ്മ ഇപ്പോൾ ഒരു 160 സിനിമകളിൽ അഭിനയിച്ചു. 160 സിനിമകൾ കഴിഞ്ഞു. സീരിയലിലും അഭിനയിച്ചു. എങ്ങനെയാണ് അമ്മ ബ്രോണിയിൽ നിന്ന് എങ്ങനെയാണ് വിലാസിനിയായത്? ഞാൻ ആ സിനിമ ഞാൻ കലാരംഗത്ത് ഇറക്കിയത് തന്നെ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയാണ്. അമ്മ ഒരു കലാകാരിയാണ്. അമ്മ കലാകാരിയാണെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പാട്ട് പാടും. പാട്ട് പാടുന്ന വെച്ചാൽ കല്യാണപ്പാട്ട്. അവരുടെ ജാതിയിൽ കല്യാണപ്പാട്ടുണ്ട്. ആ കല്യാണപ്പാട്ടിൻ്റെ തലേ ദിവസം 4-5 പെണ്ണുങ്ങൾ ഇങ്ങനെ, അതിൽ ഇവർ അമ്മയും 3 മക്കളും, എൻ്റെ അമ്മയുടെ അമ്മയും ചേച്ചിയും അനിയത്തിയും അമ്മയും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ നെല്ല് കുറേ ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി പെണ്ണിൻ്റെ വീടുകാരാണെങ്കിൽ പെണ്ണിനെ പറ്റി പാടും, ആണിൻ്റെ വീടാണെങ്കിൽ ആണിനെ പറ്റി പാടും. അങ്ങനെ എൻ്റെ അമ്മ ഒരു കലാകാരിയാണ്. അന്നത്തെ ഒരു കലാകാരി, വർഷങ്ങൾക്ക് മുമ്പുള്ള കലാകാരി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മയുടെ അയൽവാസി ഉണ്ട് ഒരാൾ, തോമക്കുട്ടി എന്ന് പറയും. അയാളൊരു കലാകാരനാണ്. അയാൾ ഡാൻസ് ചെയ്യും, കോമഡി ചെയ്യും. അത് എങ്ങനെയാണ് ഡാൻസ് ചെയ്യണമെന്ന് വെച്ചാൽ, അന്നൊക്കെ നമ്മൾ ഹിന്ദി പടത്തിൽ ഹിന്ദി പാട്ട് വരൂലേ, ആ ഹിന്ദി പാട്ട് മലയാളത്തിൽ വരുമല്ലോ. മലയാളത്തിൽ വരുമ്പോൾ അത്
ഈ തോമക്കുട്ടി എന്ന് പറഞ്ഞ ആൾക്ക് മനസ്സിലാക്കിയിട്ട് അയാൾ അത് കമ്പോസ് ചെയ്യും, അതിൻ്റെ ഡാൻസ് കമ്പോസ് ചെയ്യും. അങ്ങനെ ഒരു ദിവസം എൻ്റെ അമ്മനെ ഇവർ അയൽവാസികളാണ് പണ്ട്. എൻ്റെ അമ്മ കോയമ്പത്തൂരിലേക്കൊക്കെ പോണേന് മുമ്പേ ഉള്ള ഒരു അയൽവാസിയാണ് തോമക്കുട്ടി. അവരുടെ അമ്മയൊക്കെ ആയിട്ട് വലിയ പരിചയം. അപ്പോൾ തോമക്കുട്ടിയേട്ടൻ അമ്മനോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ റോഡ് പണിക്ക് പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോഴാ തോമക്കുട്ടി സ്കൂൾ വിട്ടതിൻ്റെ ശേഷം, സ്കൂൾ 4ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, ജീവിക്കാൻ മാർഗമില്ലാത്തത് 4ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പണിക്ക് പോകാൻ തുടങ്ങി. അപ്പോഴാ തോമക്കുട്ടിയേട്ടൻ പറഞ്ഞു. അപ്പം എൻ്റെ പ്രായത്തിൽ തന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് ഒരു മോളുണ്ട് സെലീന, ഞാനും അവള് ഒരു വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ 2 പേരും ഉണ്ട് ജോലിക്ക്. അപ്പോൾ തോമക്കുട്ടിയേട്ടൻ പറഞ്ഞു, എൻ്റെ അന്നമ്മേ എന്തിനാ ഇപ്പം കുട്ടികളെ നീ ഇങ്ങനെ ചെയ്യണേ, നീ ഒരു കലാകാരിയല്ലേ, ഞങ്ങൾ എന്തെങ്കിലും എൻ്റെ കൂടെ പറഞ്ഞാച്ച് ഒരു ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഷ്ടപ്പെട്ട ജോലിക്ക് പോകണ്ടല്ലോ എന്ന് അമ്മ. അപ്പം അപ്പോഴാണ് എൻ്റെ അമ്മ ആലോചിക്കേണ്ടത് ശരിയാണല്ലോ എന്ന്. അപ്പോൾ അമ്മ അപ്പച്ചനോട് പറഞ്ഞു, തോമക്കുട്ടി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മക്കളെ ഡാൻസ് പഠിപ്പിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പച്ചനെ ഇഷ്ടമല്ല, എൻ്റെ അപ്പച്ചനെ. അതൊന്നും വേണ്ട അന്നമ്മേ, നിനക്ക് നല്ല ഭ്രാന്തുണ്ടാക്കുക, കുട്ടികൾ വേറെ ജോലിക്ക് വേണം. അല്ല, അമ്മയുടെ നിർബന്ധം കൊണ്ട് ഞങ്ങളെ 2 പേരെ തോമക്കുട്ടിയേട്ടൻ്റെ ശിഷ്യത്തികളാക്കി ഞങ്ങൾ. അപ്പോൾ ഡാൻസ് ഈ ഹിന്ദി പാട്ടിൻ്റെ മലയാളമായിട്ട് തർജ്ജമ ചെയ്തിട്ട് അത് ആ പാട്ടുകളൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അങ്ങനെയാണ് ഞങ്ങൾ സർക്കസ് കമ്പനിയിൽ ഡാൻസിന് ചെയ്യാൻ പോയി തുടങ്ങിയത്. മനസ്സിലായോ? അങ്ങനെയാണ് കലാരംഗത്തേക്ക് കലാരംഗത്ത് ആദ്യം ഡാൻസിലാണ് ഇറങ്ങിയത്. ആദ്യം ഡാൻസിൽ ഇറങ്ങി. ഡാൻസ് ഇറങ്ങിയിട്ട് 2 രൂപ 1 രൂപയൊക്കെയാണ് അന്നത്തെ ഇത് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എൻ്റെ അമ്മയാണ് ഈ താളം പിടിക്കാൻ വരിക. ഞങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ പാട്ട് പാടുമ്പോഴും എൻ്റെ അമ്മയാണ് താളം പിടിക്കാൻ വരിക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സെലീന എന്ന് പറഞ്ഞ ആളും തോമക്കുട്ടി എണ്ണായിട്ട് ബന്ധമായി, ലവായി. തോമക്കുട്ടിയായിട്ട് അപ്പൊ അപ്പച്ചനെ ദേഷ്യം വന്നിട്ട് അപ്പച്ചൻ എന്നെ വിട്ടില്ല, അതങ്ങോട്ട് പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ജീവിക്കണമല്ലോ. അപ്പൊ തൃശ്ശൂർ ചെറിയ ചെറിയ നാടകങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അഭിനയിക്കാൻ തുടങ്ങി. ഞാനും എൻ്റെ അനിയത്തിക്ക് ഡാൻസ് അറിയാം. എൽസി എന്ന് പറഞ്ഞില്ലേ, അവൾക്ക് ഡാൻസ് അറിയാം. ഈ ചേച്ചിക്ക് ഒന്നും അറിയില്ല, മാഗിക്ക്. അവള് വെറുതെ ഇരുന്ന് ഇങ്ങനെ തിന്നാന്നല്ലാണ്ട് ഒരു ഉപകാരമില്ല അവളെ കൊണ്ട്. അപ്പോൾ നാടകത്തിലിപ്പോ എത്രാമത്തെ വയസ്സിൽ അമ്മ ഇറങ്ങുന്നേ? ഞാൻ 11 വയസ്സിൽ. അങ്ങനെ അവിടെ ഇരിക്കണം. അപ്പം തൃശ്ശൂരിൽ ഈ നാടകത്തിന് ഇറങ്ങിയല്ലോ. അപ്പോൾ നമ്മുടെ ഫിലോമിനയെടുത്തിയുടെ ഭർത്താവ് അന്ന് ഭർത്താവൊന്നല്ല, പിന്നീട് ഭർത്താവായത്. അന്ന് പ്രണയമായിരുന്നു. അന്ന് ആങ്ങില്ല. അയാളുടെ ശിഷ്യന്മാരുണ്ടായി. അപ്പൊ അവരൊരു ട്രൂപ്പ് തുടങ്ങി. ട്രൂപ്പിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, നാടകത്തിന്റെ പേര് ഓർമ്മയുണ്ട്. എന്താണെന്നപ്പോ പൂജയാണോ? അല്ല, പൂജയല്ല. അത് കഴിഞ്ഞതിന് ശേഷം അതിന് മുമ്പേ പൂജ ചെയ്തു. ശരിയാ, അതിന് മുമ്പേ പൂജ ചെയ്തു. പൊൻകുന്തം മറക്കിയുടെ പൂജ. അത് കണ്ടശാങ്കടവാ. അന്ന് എനിക്ക് 11 വയസ്സാ. അത് ചെയ്യുമ്പോ അതിലാണോ അമ്മയുടെ പേര് മാറ്റിയത്? അല്ല, പേര് മാറ്റിയത് ഈ മമ്മുമാഷ് കുട്ടികളും കൂടിയിട്ട് ട്രൂപ്പ് തുടങ്ങാനില്ലേ, അതിൽ എന്നെ അഭിനയം പഠിപ്പിക്കാൻ ഒരു ആശാൻ വന്നു, കൊച്ചുകുട്ടാശാൻ, വയസ്സായ ഒരു മനുഷ്യൻ. അപ്പം ആശാൻ, അപ്പം ഞങ്ങൾ നാടകം പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് തുടങ്ങിയത്. അപ്പോഴേക്കും പിന്നെ അത് ആകെ വഴി തെറ്റിന്ന് വെച്ചാൽ ഫിലോമിനയെടുത്തി മാഷായിട്ട് ലവായി. ആളെ കിട്ടാഞ്ഞിട്ട് അന്വേഷിച്ച്, അന്നൊന്നും സ്ത്രീകളൊക്കെ നാടകത്തിന് ഇറങ്ങില്ല, കലാകാരികൾ, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾ. ഞങ്ങളുടെ ഈ അപ്പച്ചനെ കല്യാണം കഴിച്ചതിന് ശേഷം ഞങ്ങളെ ജാതിയിൽ നിന്ന് ഒഴിവാക്കിയത്, പള്ളിയിൽ നിന്നൊക്കെ ഒഴിവാക്കിയത്. കുമ്പസാരം പറ്റില്ല, കുർബാന പറ്റില്ല, അങ്ങനെയൊക്കെ ആയത്. ഇവിടെ വന്നിട്ട്
ഈ ആശാൻ അപ്പം പ്രൊഫഷണൽ ട്രൂപ്പായിട്ട് കൊണ്ടുപോകുമ്പോൾ അന്ന് ജാതി മതഭേദമുള്ള കാലം, ക്രിസ്ത്യാനികൾക്ക് ഒരു സ്ഥാനവും ഇല്ല അന്ന് അന്ന്. നാടകത്തില് നാടകത്തിലായാലും എവിടെ പോയാലും ക്രിസ്ത്യാനികൾക്ക് ഒരു സ്ഥാനമില്ല. ഹിന്ദുക്കളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്, ഹിന്ദുക്കൾ തൃശ്ശൂർ. അപ്പോൾ ആശാൻ പറഞ്ഞു, അപ്പം എൻ്റെ പേര് ബ്രോണി എന്നാണ്. എൻ്റെ പള്ളിയിൽ എൻ്റെ ജ്ഞാനസ്ഥാനം കഴിഞ്ഞത് കോയമ്പത്തൂർ പള്ളിയിലാണ്. ഒരു തമിഴത്തിയാണ്, അവരാണ് എന്നെ ബ്രോണിന്ന് പേരിട്ടത്. അപ്പോൾ ആശാൻ പറഞ്ഞു, മോളെ നമ്മൾ പല സ്ഥലത്തും നാടകത്തിന് പോകും, അപ്പോൾ നീ ഈ പേര് കേട്ടാൽ അറിയാം നീ ക്രിസ്ത്യാനിയാണെന്ന്. അപ്പം അത് നമുക്കതൊരു പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ ട്രൂപ്പ് ഇട്ടിട്ടും കൂടി ഒരു പ്രശ്നമായിട്ടുണ്ട്. അത് അല്ല, തിരുവനന്തപുരത്ത് വിശ്വമാത എന്ന് പറഞ്ഞപ്പോൾ വിശ്വമാത, മാതാവിൻ്റെ ആണ്, അതാണ് എൻ്റെ വിശ്വം. എൻ്റെ പേര് മാത, ദൈവത്തിൻ്റെ പേര്, എൻ്റെ മാതാവ്, അതാണ് വിശ്വമാത. അപ്പം അത് ഹിന്ദുക്കൾക്ക് ബുക്ക് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു വിശ്വമാത, അപ്പോൾ ക്രിസ്ത്യാനിയായിട്ട് വരില്ലേ, അത് പ്രശ്നമാണല്ലോ. പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മതസ്പിരിറ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ? പിന്നെ അന്നത്തെ മതസ്പിരിറ്റേ ഉള്ളൂ, അതില്ലായും ഇപ്പോഴും കുറേ ഉണ്ട്, ഇല്ലായൊന്നുമില്ല. ഒളിവിലും മറവിലൊക്കെ ഇപ്പോഴും ഇല്ലേ? ആ, അന്ന് പബ്ലിക്കായിട്ടുണ്ട്, ഇന്ന് രഹസ്യമായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അന്ന് മുഖത്ത് നോക്കി പറയും. അപ്പോൾ ആശാൻ പറഞ്ഞു, അപ്പം മോളെ നമുക്ക് പേര് മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പച്ചനോട് ചോദിക്കണ്ടേ. അപ്പച്ചനോട് ചോദിച്ചു. അപ്പച്ചൻ പിന്നെ ഏതായാലും ഇതിനെ ഇറങ്ങി ഇപ്പം എന്തെങ്കിലും ഒരു ഇതിലാവണ്ടേ. അപ്പം അങ്ങനെയാണ് ആശാനാണ് എന്നെ വിലാസിനി എന്ന് പേരിട്ടത്, കൊച്ചുട്ടാശാൻ. എന്നെ കരയാൻ പഠിപ്പിച്ചത് കൊച്ചുട്ടാശാനാണ്, അഭിനയം പഠിപ്പിച്ചത്. അഭിനയെന്ന വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. വിദ്യാഭ്യാസം ഇല്ലാതെ ഞാനും കൂടിയാണ്. അത് ആശാനം ബ്രോണിന്ന് പേര്, അല്ല വിലാസിനി പേര്. ഒരു നാടകത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് സ്വീകരിച്ചാണോ? അല്ല, പേര് എൻ്റെ പേര് മാറ്റി ഒരു നാടകത്തിൽ ആ പേരുണ്ടായിരുന്നില്ലേ നമുക്ക്, വിലാസിനി? അതുണ്ടായിരുന്നോ? എനിക്ക് ഓർമ്മയില്ല. ഇല്ല, നാടകത്തിൽ അങ്ങനെ ഒരു പേര് വന്നിട്ടില്ലല്ലോ. ഇപ്പഴേ ഏതൊക്കെയോ സീരിയലിൽ എവിടെയോ വായിച്ചു കേട്ടോ. വിലാസിനി എന്നുള്ള പേര് ആശാൻ തന്നെ സെലക്ട് ചെയ്ത് തന്നതാ. ആശാൻ തന്നതാണ് വിലാസിനി. അങ്ങനെയാണ് വിലാസിനിയായത്. പക്ഷെ ആ ട്രൂപ്പ് അധിക കാലം നിന്നില്ല. ഞങ്ങളുടെ കരാറ് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ മാഷായിട്ടുള്ള കരാറ്, ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ പകുതി പൈസ മാഷക്ക് കൊടുക്കണം. എന്നുവെച്ചാൽ സംഗീതം പഠിപ്പിക്കാൻ മാഷ് ഞങ്ങൾക്ക് പൈസ കൊടുക്കാനില്ല, അയാൾക്ക് ശമ്പളം കൊടുക്കാനില്ല, ഫീസ് കൊടുക്കാനില്ല. അതുകൊണ്ട് ഒരു നാടകം കളിച്ചാൽ പകുതി പൈസ മാഷ് എടുക്കണം, പകുതി പൈസ ഞങ്ങൾക്ക് തരാം. അപ്പച്ചൻ അത് അത്ര വലിയ രസമല്ല. പിന്നെ ഫിലോമിനൊക്കെ ആയിട്ടുള്ള ഇടപാടൊക്കെ ആയിട്ടിപ്പോൾ അപ്പച്ചൻ പറഞ്ഞു വേണ്ട. ആർക്കും ആയിരുന്നു ഫിലോമിന ചേച്ചിയായിട്ട് ബന്ധം? മറ്റേ മാഷിന്, മമ്മദ് മാഷിന് അയാൾക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അത് പക്ഷെ ഫിലോമിനെ എടുത്താൽ ചെറുപ്പക്കാരിയാ, ഞാൻ അതിനേക്കാളും ചെറുപ്പക്കാരിയാ. ഫിലോമിനെ എടുത്ത് കൊണ്ടുവന്നത് ഞങ്ങളാ, കലാരംഗത്തേക്ക് കൊണ്ടുവന്നത് ഞങ്ങളാ. ഫിലോമിന ചേച്ചിനെ മുള്ളൂർക്കര പോയിട്ട് അന്വേഷിച്ച് പിടിച്ച് എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്നത് ഫിലോമിന എടുത്തിനെ. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് അപ്പച്ചൻ അങ്ങോട്ട് പോകും. ഫിലോമിന എടുത്തായിട്ട് നല്ല ബന്ധമായിരുന്നു നമുക്ക് അന്ന്. പിന്നെ ഞാൻ കാണുന്നത് ഫിലോമിന എടുത്തിയുടെ സിനിമയാ കുട്ടിക്കുപ്പായം. ഞാനന്ന് സിനിമാക്കാരി ആയിട്ടില്ല, ഒരു വളർച്ചയായിരുന്നു പിന്നീട് ഫിലോമിന ചേച്ചി. ഞാൻ സിനിമക്കാരൊന്നും ആയിട്ടില്ല അന്ന്. ഫിലോമിന എടുത്തിയാണ്. ഞാനിങ്ങനെ സിനിമ കണ്ടപ്പോൾ അന്തം വിട്ട്, എൻ്റെ കർത്താവേ ഇത് ഫിലോമിന എടുത്തിയാണല്ലോ, ഞങ്ങൾ കൊണ്ടുവന്ന ആളാണല്ലോ, ഞാൻ എന്തെങ്ങനെ ഇവിടെ സിനിമയൊന്നും ഇല്ലാതെ വെറും നാടകമായിട്ട് കളിക്കണമെന്ന് അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു. ഫിലോമിന
പിന്നെ ആ നാടകം കഴിഞ്ഞോട്ട് കൂടി പിന്നെ ഫിലോമിനത്തിനെ കണ്ടിട്ടേ ഇല്ല. ഉം, ഉം. പിന്നെ ഫിലോമിനടുത്ത് ഇങ്ങനെ വെച്ചടി കയറിപ്പോയില്ലേ. അതെ അതെ. ചെന്നൈയിലൊക്കെ വീട് വെച്ച് അവിടെ താമസാക്കി. ഞങ്ങൾ ഞാൻ ഒന്നും ആയിട്ടില്ല. അപ്പോഴേക്കും എൻ്റെ അപ്പച്ചനൊക്കെ മരിച്ചു. പിന്നെ അപ്പോൾ അങ്ങനെ ഇത് പിന്നെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നാടകത്തിന് തന്നെ പോയിക്കൊണ്ടേയിരുന്നു. മികച്ച നടിയൊക്കെ ആവുന്നത് ഏത് ട്രൂപ്പിൽ നിന്ന് നാടകം കളിച്ചപ്പോഴായിരുന്നു? ഏത് ഇല്ല മികച്ച നടിയായിരുന്നില്ലായിരുന്നോ കേരള സംഗീത നാടക അത് അക്കാദമിയുടെ അത് അവാർഡ് കിട്ടിയത്? കോഴിക്കോട് വന്നിട്ട് ആ ആ കോഴിക്കോട് വന്നതിന് ശേഷം പിന്നെ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ വിട്ടുന്നത് ചെറിയ ചെറിയ നാടകത്തിന് ആദ്യം അന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഭയങ്കര ആണ് തൃശ്ശൂർ. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് നാടകം കുറേ ചെയ്തു അവിടെ. ആ 18 വയസ്സ് വരെ. 18 വയസ്സിൽ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞു അതല്ലേ. അപ്പോഴും ഈ എൻ്റെ പേര് അന്ന് ഈ കോഴിക്കോട് വന്നപ്പോൾ കോഴിക്കോട് വിലാസിനി എന്നാണ് പത്രത്തിലിട്ടായിരുന്നു. അല്ല നോട്ടീസിൽ. നാടകം കളിക്കുമ്പോൾ നോട്ടീസ് ഉണ്ടാവില്ലേ. ഒരുപാട് ട്രൂപ്പുകളുണ്ട്. ട്രൂപ്പല്ല, ക്ലബുകൾ. അമ്മയൊരു നല്ല ക്ലബിൽ ഉണ്ടായിരുന്നില്ലേ? ഓ മറ്റേ സംഗമം എന്ന് പറഞ്ഞിട്ട്. അത് അതെ, അത് പറയാം. അപ്പോൾ ഈ ട്രൂപ്പുകളിലൊക്കെ ട്രൂപ്പല്ല, ഫൈൻ ആർട്സുകളുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ നാടകം കളിക്കും. അങ്ങനെ കോഴിക്കോട് വന്നല്ലോ. കോഴിക്കോട് വന്ന് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ കോഴിക്കോട് വന്ന കാര്യം. മോനെ 2 വയസ്സാണ്. അപ്പോൾ കോഴിക്കോട് കാല് കുത്തിയതിന് ശേഷം ആദ്യം ഞങ്ങൾ പരിചയപ്പെടുന്നത് പിന്നെ ഈ പുള്ളി ഫറൂഖ് ജോലി ചെയ്തല്ലോ. അപ്പോൾ അവിടെ ഒരു റൈറ്റർ ഉണ്ട്. ആ റൈറ്റർക്ക് ഒരു കലാസമിതി ഉണ്ട്. പിന്നെ മീഞ്ചന്ത ഉണ്ട്, അറിയോ? മീഞ്ചന്ത സ്ഥലം. ആ മീഞ്ചന്ത. അവിടെ കലാം മ്യൂസിക് ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബുണ്ട്. അപ്പം അവർ വാർഷികം നടത്തും. അങ്ങനെ അയാളുടെ ചോക്കുട്ടി എന്ന് അങ്ങനെ എന്തോണ പേര്. അയാളുടെ കെയർ ഓഫിൽ ഞങ്ങൾ 2 പേരും, ഞാനും എൻ്റെ അനിയത്തി, ചേച്ചിയില്ല, ചേച്ചി കൂടിയാണല്ലോ. അപ്പം നാടകം അത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ. കോഴിക്കോട് വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഞങ്ങൾ നാടകം. അതിന് മുമ്പ് ഈ 11 വയസ്സിൽ പൂജ കളിച്ചത് തൃശ്ശൂരിൽ നിന്നാണ്. മനസ്സിലായില്ലേ? പിന്നെ ഈ ഇവിടെ വന്ന് ക്ലബിൽ പോയി വിശക്കുന്ന കരിങ്കാലി, ആ നാടകത്തിൻ്റെ പേര് വിശക്കുന്ന കരിങ്കാലി. ആ നാടകത്തിന് കലാസാഗർ മ്യൂസിക് ക്ലബ്ബുകാർ നടത്തുന്നത്. അതിൻ്റെ എഴുത്തുകാരെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പം എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ വിശക്കുന്ന കരിങ്കാലി. അപ്പം അത് ഇന്നത്തെ പെട്ടെന്നൊന്നും റിഹേഴ്സൽ വയ്ക്കില്ല. അതിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കാര്യം അനുസരിച്ച്. ഇപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ, കോഴിക്കോട് വരുമ്പോൾ ഞാൻ എൻ്റെ മകനെ 4 മാസം ഗർഭിണിയാണ്. അതെ അതെ. ആ സമയത്താണ് ഈ നാടകം തന്നെ പറഞ്ഞിരിക്കണം. അപ്പം ഞാനും എൻ്റെ അനിയത്തി അവിടെ പോയി റിഹേഴ്സലിന് പോകും. അതൊക്കെ നല്ലോണം ഭക്ഷണം കഴിക്കും. ഇന്ന് ഞാൻ അത് ആലോചിക്കുമ്പോൾ എനിക്ക് പേടി തോന്നും. ഇന്ന് ഞാൻ കഴിക്കാൻ അന്ന് കഴിച്ചതിനൊരു 4-1 ഭാഗമായിരുന്നു ഇപ്പം കഴിക്കാൻ. അന്ന് നല്ലോണം വെട്ടി വീഴുന്നു ഞാനും എൻ്റെ അനിയത്തിയും. നല്ല കറി വയ്ക്കും കോഴിക്കോട്. പരിപ്പും തക്കാളി മറ്റേ ഇത് തഴുതാമ എന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ട്, അതിൻ്റെ ഇലയിട്ടിട്ട്. അപ്പം ആ റിഹേഴ്സൽ തുടങ്ങുക നാടകം കളിക്കാൻ പറ്റിയിട്ടില്ല. നാടകം കളിക്കാൻ പറ്റാണ്ട് ഇപ്പോഴേക്കും എനിക്ക് വയറ് വലുതായില്ലേ, 5-8 മാസമായില്ലേ, എന്നിട്ട് നാടകം കളിച്ചിട്ടില്ല. ഇവർ കളിക്കാനുള്ള സാഹചര്യം ആയില്ല. അങ്ങനെ ഞാൻ പിന്നെ പോയില്ല. എനിക്ക് പകരം അവരിവിടെ ഒരു ഫിലോമന എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. പക്ഷേ ആ പാവം ആർട്ടിസ്റ്റ് ഇപ്പോൾ വൃദ്ധസദനത്തിൽ, മലാപ്പറമ്പ്. അവളെ ഞാൻ കണ്ടു. എൻ്റെ ഹൃദയം തമർന്നു പോയി. എൻ്റെ നല്ല നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളൊരു പെണ്ണായിരുന്നു. മെറ്റിൽഡ അവളുടെ പേര്, മെറ്റിൽഡ. അവളെ വിളിച്ച് നാടകം റിഹേഴ്സൽ ചെയ്തു. നാടകം സ്റ്റേജ് ചെയ്യാനായിട്ട് വിളിച്ചു. പക്ഷെ നാടകത്തിൻ്റെ അന്ന് പെരും മഴ.
നാടകം നിർത്തി, അവർക്ക് കളിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ഞാൻ പ്രസവിച്ചു. പ്രസവിച്ച് 28 ദിവസമായിട്ടുള്ളൂ. 28 ദിവസം. അന്ന് വീണ്ടും എന്നെ വിളിക്കാൻ തന്നെ ആ നാടകക്കാർ വന്നു ചന്തയിൽ. പിന്നെ ഞാൻ സ്റ്റേജ് ചെയ്യാൻ പോണ ഇത് അവരെ വന്നിട്ട് എന്നോട് പറഞ്ഞു, വിലാസിന് എന്നെ വരണം. അപ്പം എൻ്റെ വിലാസിനെ അറിയപ്പെടും. കോഴിക്കോട് വന്നതിന് മുമ്പേ പരിചയപ്പെട്ട ഞാൻ വിട്ടുപോയി. ആ കേട്ടീനെ പരിചയപ്പെട്ടുണ്ടായിരുന്നു. അല്ല ഇത് കഴിഞ്ഞിട്ടാ. അപ്പോൾ വിലാസിന് എന്നെ വന്ന് നാടകം കളിക്കണം. ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, അയ്യോ എന്തേ ഈ പറയുന്ന, അവൾ പ്രസവിച്ചിട്ട് 10-28 ദിവസമായിട്ടേ ഉള്ളൂ, പിന്നെ എങ്ങനെ നാടകം കളിക്കാനാണ്. അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മ സാരമില്ല അമ്മ, 10-28 ദിവസമായില്ലേ, എനിക്ക് ജോലിയൊക്കെ ചെയ്യാമല്ലോ. അന്നത്തെ കാലത്ത് 3 മാസം ഒക്കെ ഉണ്ടല്ലോ പ്രസവം കഴിഞ്ഞാൽ. 3 മാസം പെണ്ണുങ്ങൾ അനങ്ങാൻ പാടില്ല, പിടിക്കാൻ പാടില്ല എന്നൊക്കെ. നമുക്കതൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ അമ്മനോട് പറഞ്ഞു, അമ്മ ഡീ മോനെ നോക്കണ്ടേ. അന്ന് തങ്ക കട്ടിയാ, തങ്ക കട്ടി ഈ ആള്. അപ്പോൾ 28 കഴിഞ്ഞിട്ട് അപ്പം 1 മാസം എങ്ങനെയെങ്കിലും തികച്ചു. അവിടെ റിഹേഴ്സലിന് പോയി ആ നാടകം കളിക്കാം. അത് സ്റ്റേജിൻ്റെ അടിയിൽ ഒരു തൊട്ടിൽ കെട്ടിയിട്ട് എൻ്റെ അമ്മ എൻ്റെ മോനെ കിടത്തു. അങ്ങനെ കുറേ നാടകം കഴിച്ചു. എൻ്റെ അമ്മ കൂടെ ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടിയായിട്ട് ഞങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ കേട്ടിയുടെ നാടകം സൃഷ്ടി അന്ന് പ്രിൻ്റഡ് ബുക്കൊന്നും ആയിട്ടില്ല, സംഗമം ആയിട്ടില്ല, സംഗമം തിയേറ്റേഴ്സൊന്നും ആയിട്ടില്ല. കേട്ടിയുടെ എഴുതിയ നാടകം, പ്രിൻ്റഡ് ആയിട്ടില്ല, അല്ല അയാൾ എഴുതിയ നാടകം സൃഷ്ടി നാടകം, ബാലൻ കെ നായർ. അത് എക്സ്പെരിമെൻ്റ് ആർട്സ് ക്ലബ്ബ്, ആ ക്ലബിൻ്റെ പേര്. അതിൽ ബാലൻ കെ നായർ ഞാനാണ് മെയിൻ. അപ്പോഴേക്കും എൻ്റെ മോനെ 1 വയസ്സായി. എൻ്റെ മോനെ 1 വയസ്സായി. അതിലിടയ്ക്ക് ഞാൻ 1 വർഷം പോവാതിരുന്നില്ല. എൻ്റെ രണ്ടാമത്തോനെ പ്രസവിച്ചപ്പോൾ അവന് സുഖമില്ലാണ്ടായപ്പോൾ. അങ്ങനെ കുറേ ആളുകളെ പരിചയമായി. കോഴിക്കോട് വിലാസിനി എന്ന് അറിയപ്പെടുന്ന ആളായി, അല്ലേ, കോഴിക്കോട് വിലാസിനിയായി. അപ്പം ഞാൻ അത് നാടകം കളിച്ചു. പിന്നെ കെട്ടിയുടെ ആ നാടകം കളിച്ചു. അപ്പം അമ്മ വരും, അമ്മ മോനെ നോക്കും. ഇങ്ങനെ കുറേ നാടകം കളിച്ചു. അപ്പോൾ എനിക്ക് ആദ്യം അവാർഡ് കിട്ടുന്നത് എന്താ സ്ഥലത്തിൻ്റെ പേര്, കോഴിക്കോട് ടൗണെന്ന് സ്ഥലത്തിൻ്റെ പേര് അല്ല, അവിടെ അമ്പ എന്ന് പറഞ്ഞ നാടകം തുടങ്ങി. ചരിത്ര നാടകമാണ്. അംബിക അംബാലിക. അതിൽ അമ്പയായിട്ടാണ് ഞാൻ. ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അതിൽ മുമ്പേ എനിക്ക് ഇത് അറിയപ്പെടുന്ന അവാർഡാണല്ലോ, സർക്കാരിൻ്റെ അല്ലേ. മറ്റൊന്ന് സംഗീത നാടക അക്കാദമി അവാർഡ്. സംഗീത നാടക അക്കാദമി. മറ്റതൊക്കെ അവാർഡ് അറിയപ്പെടാതല്ല, സർക്കാരിന്റെ അല്ലല്ലോ. ഓരോ ക്ലബ്ബുകാർ നടത്തുന്ന ബെസ്റ്റ് നടിക്കുള്ള അവാർഡ് സംസ്ഥാന സർക്കാരിന്റെ. ഇത് അപ്പൊ അവിടെ ഈ നാടകത്തിന്റെ പേര് അമ്പാന്നാ. അപ്പൊ ഞാൻ അമ്പയായിട്ടാണ് അതിൽ അഭിനയിക്കണേ. അപ്പൊ അത് നാടകം മത്സരമാണത്. പിന്നെ 2ാമത്തെ വർഷവും കിട്ടി. പറയട്ടെ, ആ നാടകം സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ജഡ്ജി വന്നിട്ട് ഒന്ന് പ്രേംജി. അപ്പം അവർക്കൊരു ക്ലബ്ബുണ്ട് തൃശ്ശൂർ, മുഴുവനും നമ്പൂതിരിമാരാ, കേരള കലാവേദി. അതിൽ പ്രേംജി ഉണ്ട്. അതിലൊരു മെമ്പറാണ്. അപ്പോൾ പ്രേംജി ഉണ്ട്. പിന്നെ MS നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ അവരുടെ ക്ലബിലേക്ക് എന്നെ നാടകത്തിന് വിളിച്ചു. അത് ഇത് കഴിഞ്ഞ് അവാർഡ് കിട്ടിയതിന് ശേഷമാണ് ഫസ്റ്റ് നടിക്കുള്ള അവാർഡ് ആ വർഷം കിട്ടിയതിന് ശേഷമാണ് അവർ വിളിച്ചത്. അപ്പോൾ അവരുടെ നാടകത്തിന് അത് അധികം ഇതേപോലെ തന്നെ അധികം ഓടിയില്ല, ഒക്കെ നമ്പൂതിരിമാരാ. പിന്നീട് എനിക്ക് നാടകം കിട്ടിയത് പെരുമ്പാവൂർ നാടകശാല, സമസ്യ. അതും ഒരു നമ്പൂരിനെ എഴുതിയത്. അത് സമസ്യ എന്ന് പറഞ്ഞ നാടകം.
അതിന് മുമ്പേ തന്നെ ഉം. ഉം, പിന്നെ സംഗമം തിയേറ്റേഴ്സ് തുടങ്ങി കിട്ടിയത്. ഉം, ഉം, സംഗമം തിയേറ്റേഴ്സിൽ അന്ന് ഫസ്റ്റ് കളിക്കുന്നത് സൃഷ്ടി നാടകം. ഉം, ഉം. അത് സംഗമം തിയേറ്റേഴ്സിൽ ഒരു മികച്ച നടിയായിരുന്നു അമ്മ ഞാനായിരുന്നു കൂടുതൽ പൈസ മേടിച്ച ആള്. 50 രൂപ അന്ന്. അവിടെ ഓരോ നടിക്കും 30, 35, 20, 25ഒക്കെയാണ്. ഞാൻ വാങ്ങിയത് 50 രൂപ. ഉം, ഉം, അതിന് കാരണം കൂടിയുണ്ട്. അവരാദ്യം എന്നെ വിളിച്ചു. അത് ഈ കഴിഞ്ഞ കാലത്തെ നടികളൊന്നും ഇയാൾ അറിയില്ല. ഉം, ആദ്യം എന്നെ വിളിച്ചിട്ട് പൈസയുടെ കാര്യത്തിൽ ഞാൻ വേണ്ടാന്ന് വെച്ചു. ഉം, ഉം, ഞാൻ പറഞ്ഞു എനിക്ക് 50 രൂപ തന്നാൽ ഞാൻ നിങ്ങളുടെ ക്ലബിൽ ഉണ്ടാവാം, ഉം, ഉം. അല്ല നിങ്ങളുടെ ട്രൂപ്പിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവർ. അപ്പം അവർക്ക് 35 രൂപയെ തരുള്ളൂ, 35 രൂപയെ തരുള്ളൂ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെരുമ്പാവൂർ നാടകശാലയിൽ ചേർന്നത് ഉം, ഉം, അവർ വിളിച്ചപ്പോൾ. അപ്പം അവരുടെ നാടകമാണ് സമസ്യ. ഉം, ഉം, മനസ്സിലായില്ലേ? ഉം, ഉം. രണ്ടാമത്തെ അവാർഡ് കിട്ടിയ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. സമസ്യക്ക് അല്ല പറയാം. അപ്പം ഗോപി, കാലടി ഗോപി കേട്ടിട്ടുണ്ടോ? ആ. എഴുത്തുകാരൻ, ബുക്ക് ഒക്കെ ഉണ്ട്, ഉം, ഉം, എഴുതിയ ആളാ. കാലടി ഗോപിയുടെയാണ് പെരുമ്പാവൂർ നാടകശാല. ഉം, ഉം. ആ നാടകം. അപ്പം ഈ സംഗമ തിയേറ്റർ എന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പറഞ്ഞു വരില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ണൂർ ഒരു ഉള്ള ഒരു സ്ത്രീയാണ്. ഇവരും മത്സരം തന്നെ കൊടുത്തിട്ടുണ്ട്. സംഗീത നാടക അക്കാദമിക്ക് സൃഷ്ടിക്കാരും കൊടുത്തിട്ടുണ്ട്, ഗോപിയും കൊടുത്തിട്ടുണ്ട്, കാലടി ഗോപിയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പകരം വേറൊരു നടീനെ അവർ വിളിച്ചു. അപ്പോൾ ആ സ്ത്രീക്ക് ക്യാൻസറാ. ഓ, ഓ, നാടക മത്സരമായപ്പോൾ ആ സ്ത്രീക്ക് അഭിനയിക്കാൻ പറ്റാണ്ടായി. ഓ. മനസ്സിലായില്ലേ? അവർ അഡ്മിറ്റ് ചെയ്തു, മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അവർ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നു. ഉം, ഉം. എൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ട് എൻ്റെ കാല് പിടിച്ചു, വരണം, വിലാസിന് വരണം. അപ്പോൾ അവർ വീണ്ടും എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. അവർ സംഗമം തിയേറ്റേഴ്സ്, അതിൻ്റെ സെക്രട്ടറിയാണ് വിക്രമൻ നായർ. ഇപ്പം അടുത്ത കാലത്താണ് മരിച്ചത്. അതുകൊണ്ട് അപ്പോൾ ഇവരും കൊടുത്തിട്ടുണ്ട്, ഇവരും കൂടെ രണ്ടാൾക്കും ഓർഡർ കിട്ടി. അപ്പോൾ ആ നാടകം കിട്ടിയപ്പോൾ അതിന് രണ്ടിലും കൂടിയിട്ടാണ് രണ്ടാമത്തെ അവാർഡ് കിട്ടി. അതിന്റെ പേരെന്തായിരുന്നു? ആ നാടകത്തിന്റെ പേര് സമസ്യ എന്നുണ്ട്, സൃഷ്ടി എന്നുണ്ട്. സമസ്യ, സൃഷ്ടി, രണ്ട് നാടകം. രണ്ട് നാടകത്തിനും കൂടിയാണ് കിട്ടിയത്. അത് അപ്പൊ രണ്ടായില്ലേ. മൂന്നാമത്തെ നാടകം ബുദ്ധി. ബുദ്ധി എന്ന് പറഞ്ഞാല് സംഭാഷണമില്ല. ഇവിടെ വാസു പ്രദീപ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഒരു ആർട്ടിസ്റ്റാ, പെയിന്റിങ് ആർട്ടിസ്റ്റ്, കലാകാരനാണ്. അയാൾ എഴുതിയതാണ് ബുദ്ധി. 5 ക്യാരക്ടറാണ്, ഒരു സ്ത്രീ 4 ആണ്. അത് 1.5 മണിക്കൂർ. അത് കോഴിക്കോട് തൃശ്ശൂർ റെജിനൽ തിയേറ്ററിലാണ് അത് കളിക്കണത്. ഈ കഴിച്ചതെല്ലാം അവിടെ തന്നെയാണ്, അവാർഡ് വാങ്ങിയതൊക്കെ അവിടെ തന്നെ. അപ്പം ഈ നാടകത്തിനും കിട്ടി ആ വർഷം, അവിടെ ചാൻസ് കിട്ടി. അപ്പൊ അതിലും ബെസ്റ്റ് നടിക്കുള്ള അവാർഡ് എനിക്ക് തന്നെ കിട്ടി. അപ്പൊ 66, 67, 68 അങ്ങനെയാണ് സംഗീത നാടക അക്കാദമിയുടെ 3 അവാർഡും മികച്ച നടിക്കുള്ള അവാർഡ് എനിക്ക് കിട്ടിയത്.